ഹായ് എവരിവൺ, സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താമെന്ന് പറയുന്ന വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ വീഡിയോ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജസുകൾ അയച്ചിട്ട് നല്ല സ്റ്റോക്ക് കിട്ടുന്നുണ്ട്, നല്ല നല്ല റിട്ടേൺസ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇത്തരം സീരീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണമെന്ന് മാത്രം. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആണോ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, അതായത് അബ്സല്യൂട്ട് ബേസിക്സ് തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൻ അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയും കൂടെ കിട്ടുന്നതായിരിക്കും, ലൈഫ് ടൈം സപ്പോർട്ടും. സോ നമ്മൾ വീഡിയോയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 52 വീക്ക് ഹൈ ബ്രേക്ക്ഔട്ടിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ അതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ഫിൽട്ടർ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിലൊരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് കണ്ടിട്ടൊന്ന് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 52 വീക്ക് ഹൈ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ മറ്റൊരു സ്ട്രാറ്റജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 52 വീക്ക് ഹൈയും 52 വീക്ക് ലോയും നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. 52 വീക്ക് ലോ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിപ്പിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ സ്റ്റോക്കിൻ്റെ എണ്ണം കുറച്ച് കുറയാൻ ചാൻസസ് ഉണ്ട്. സോ അതും കൂടെ നിങ്ങൾക്ക് ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അതും കൂടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, RSI എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് കുഴപ്പമില്ല, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം ഒന്ന് മനസ്സിലാക്കുക. ഒരു സ്റ്റോക്കിന് ഇനി മുകളിലോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് താഴെ കാണാം. ഓക്കെ, ഈ ഒരു ലൈനാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ താഴേക്കും മുകളിലേക്ക് ഒക്കെ പോകുന്നത് കാണാം. ഈ ഇൻഡിക്കേറ്റർ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയിട്ട് RSI എന്ന് ടൈപ്പ് ചെയ്താൽ മതി. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ 60 ആണ്, 60 എന്ന് കാണാം, അതുപോലെ തന്നെ 40 എന്ന് കാണാം. അപ്പോൾ അതൊന്നും നിങ്ങളിപ്പം ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിനെ ഉപയോഗിച്ചിട്ട് ഞാനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 60 എബോവ് ആണ് കേട്ടോ. 60 എബോവ് മാർക്കറ്റ് ഈ ഇൻഡിക്കേറ്റർ പോവുകയാണെങ്കിൽ, RSI ഇൻഡിക്കേറ്റർ പോവുകയാണെങ്കിൽ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഗൂഗിളിൽ ഗൂഗിളിൽ ഞാൻ ടൈപ്പ് ചെയ്ത് മന്ത്ലി വീക്ക്ലി ഡെയിലി RSI എബോവ് 60ക്ക് എബോവ് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് വരുമ്പോൾ ഇവിടെ കാണാം മന്ത്ലി ഓർ വീക്ക്ലി ഓർ ഡെയിലി എബോവ് RSI 60 എന്ന് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാർട്ടിംഗ് എന്ന് പറയുന്ന സ്ക്രീനർ ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചാർട്ടിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ കാണാം. ഏകദേശം 507 സ്റ്റോക്കുകളോളം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്കിന് എണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വോളിയം 10 ലാഖിൻ്റെ മുകളിലുള്ള സ്റ്റോക്കുകളാണ് എടുക്കുന്നത്. അപ്പോൾ 10 ലാഖ് എന്നുള്ള പറയുമ്പോൾ 5 ലാഖ് ആയാലും വലിയ കുഴപ്പമില്ല കേട്ടോ. 5 ലാഖ് ആയാലും വലിയ കുഴപ്പമില്ല. നമുക്ക് സ്റ്റോക്ക് ഒരുപാടുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 10 ലാഖ് എടുക്കുന്നത്. അപ്പോൾ 10 ലാഖ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു 10, 200, 300 സ്റ്റോക്കുകളോളം നമുക്ക് എന്തായാലും കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കുന്നത്, നമ്മൾ പ്രൈസ് നോക്കും അല്ലേ. പ്രൈസ് നമുക്ക് ഒരു 100ന് മുകളിലുള്ളതാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ പ്രൈസ് കാണാം, 14 കാണാം, അതുപോലെ തന്നെ 100ന് മുകളിലുള്ള കാണാം, 300 സംതിങ് കാണാം, 160 സംതിങ് കാണാം, അപ്പോൾ വീണ്ടും 14 കാണാം. അപ്പോൾ 50ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 50 എബോവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 100ന് എബോവ് ആണ് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, 50ക്ക് എബോവ് ഉള്ള സ്റ്റോക്കുകളൊക്കെ നല്ല നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അതായത് എക്സ്പെക്ട് ചെയ്യുന്ന 100ന് മുകളിലുള്ള സ്റ്റോക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരും എന്നുള്ളതാണ്. 50യും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, നിങ്ങളുടെ ക്യാപിറ്റൽ ലെൻസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ അലൂമിനിയം വന്നിട്ടുണ്ട്, റിക്കോട്ട വന്നിട്ടുണ്ട്, പഞ്ചാബ് നാഷണൽ, അങ്ങനെ ഒരുപാട് നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും ഫിൽട്ടർ ചെയ്ത് കിട്ടിയപ്പോൾ 2 സ്റ്റോക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടി പരിചിതമായ സ്റ്റോക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, കനറ ബാങ്ക്, ബെൽ, മദർസൺ ഒക്കെ പറയുന്നത് നമുക്ക് പരിചയമായിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സെയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ആ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ സെയിൽ നോക്കുമ്പോൾ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് നോക്കുമ്പം ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് മറികടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നല്ല ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. അപ്പം ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ അടുത്തൊരു സ്റ്റോക്ക് ആണെങ്കിൽ ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 130 സംതിങ് ആയെന്ന് തോന്നുന്നു. ഇപ്പം 155 ആണ്. അപ്പോൾ ഓൾ ടൈം ഹൈയും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പോൾ ആ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള അപ്പം സ്റ്റീൽ സെക്ടറിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പം ലോങ് ടൈം നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ എന്തായാലും മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അങ്ങനെ ചൂസ് ചെയ്യാം. നമുക്ക് എവിടെയും നിങ്ങൾ ടെക്നിക്കലി അനലൈസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കും മാത്രം ഫണ്ടമെൻ്റലി കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സ്റ്റോക്കാണ് പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിനെല്ലാം കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള സ്റ്റോക്കാണ് അതിനകത്ത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം അൽകാർഗോ നോക്കുകയാണെങ്കിൽ അൽകാർഗോ നോക്കുകയാണെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിം വരുമ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് കൊണ്ട് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് ശക്തമായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഡിപ്പ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പോയിന്റിൽ സപ്പോർട്ട് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്കുകളാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇനിയിപ്പം ഇൻഡസ് ടവർ നോക്കാം. ഇൻഡസ് ടവർ നോക്കുമ്പോഴും അത്യാവശ്യം അടിപൊളി കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ 322 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ സൊമാറ്റോ നോക്കുമ്പോൾ സൊമാറ്റോ ഓൾ ടൈം ഹൈ ലെവലിലാണ്. ഓക്കെ, ഓൾ ടൈം ഹൈ ലെവലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി ഫർദർ ഈ മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നല്ല സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് നല്ല വോളിയുള്ള സ്റ്റോക്ക് കണ്ടെത്തിയിട്ട് ഫണ്ടമെൻ്റലി ഓക്കെ ആയിട്ടുള്ള സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇപ്പം റിക്കോർഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കോർഡ് ഞാൻ ജസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റിക്കോർഡ് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മന്ത്ലി ടൈം ഫ്രെയിമും വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിലും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കാണ്. ഇപ്പോൾ ഇനി ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഓക്കെ, 2005 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ ആണ്. ഓക്കെ, 2017 ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫെയിലായി. പിന്നെ 2023 ട്രൈ ചെയ്തു, ഫെയിലായി. പിന്നെ ഇപ്പോഴാണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൾട്ടി ഇയേഴ്സിൻ്റെ ബ്രേക്ക് ഔട്ടാണ്. അപ്പോൾ അതിനൊക്കെ വളരെയധികം വാല്യൂ ഉണ്ട് ഓരോ ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനി ഫർദർ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഞാൻ പറയുന്ന കേട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്തരം നല്ല അടിപൊളി സ്റ്റോക്കുകൾ നമ്മൾ ഈ രീതിയിലൂടെ സ്ക്രീൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പം നാഷണൽ അലൂമിനിയം ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ നാഷണൽ അലൂമിനിയം നോക്കുകയാണെങ്കിലും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഹൈ എന്ന് പറയുന്നത് 139 ഇപ്പോൾ 165. അപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ നടത്തുന്നുണ്ട്. അപ്പം അനലൈസ് ചെയ്യാൻ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്കുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീക്ക്ലി അനാലിസിസ് ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ എല്ലാ ദിവസവും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അനാലിസിസ് നോക്കിയിട്ട് നിങ്ങളെ അനാലിസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുക. മാക്സിമം ചാനൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ഇൻഫോർമേറ്റീവ് വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ആ ബെല്ലൈക്കണും കൂടെ അലേർട്ട് ചെയ്ത് വെക്കുക. സോ ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നല്ല സ്റ്റോക്കുകൾ കിട്ടുന്ന 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടി, RSI 60 above എന്നുള്ള ഒരു സ്ട്രാറ്റജി കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കണ്ടെത്താം. രണ്ടിലും ചിലപ്പോൾ വരുന്ന സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കുറച്ചും കൂടെ കൺഫർമേഷൻ എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.